Hi dear students, welcome to the second class of cost accounting. We are now discussing the fourth module, methods of costing. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് മെത്തേഡ്സ്? 5 മെത്തേഡ്സ് ഉണ്ട്. എന്താണ് ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ സർവീസ് കോസ്റ്റിംഗ്, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ പഠിച്ചു. അപ്പം അതിൽ ഒന്നാണ് എന്ത് പറഞ്ഞത്? ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. സർവീസിനാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് എന്ന മെത്തേഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ഒരു പ്ലേസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടാണ്. അപ്പം നമ്മൾ ഇന്ന് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ആണ് നോക്കുന്നത്. സോ ട്രാൻസ്പോർട്ട് കമ്പനീസ് ഫോളോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ട്രാൻസ്പോർട്ട് കമ്പനീസ് എല്ലാം ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏതാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് ക്യാരിയിങ് പീപ്പിൾ ഓർ ഗുഡ്സ്. നമുക്കറിയാം എന്തിനാ ട്രാൻസ്പോർട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്നത്? ഫോർ ക്യാരിയിങ് പീപ്പിൾ ഓർ ഗുഡ്സ് അല്ലെ, ആളുകളെയോ സാധനങ്ങളോ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എത്തിക്കാനാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ ട്രാൻസ്പോർട്ട് കമ്പനി ഫോളോ ചെയ്യുന്ന കോസ്റ്റിംഗിന്റെ മെത്തേഡ് ഏതാണ്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്, അല്ലെങ്കിൽ അതിന്റെ മറ്റുള്ള പേരെന്തൊക്കെയാ? സർവീസ് കോസ്റ്റിംഗ്, ഫംഗ്ഷൻ കോസ്റ്റിംഗ്. ആൻഡ് ദിസ് മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഈസ് ഫോളോഡ് ബൈ റെയിൽവേസ്, റോഡ്വേസ്, വാട്ടർവേസ്. ഏതൊക്കെയാ ട്രാൻസ്പോർട്ടാ ഉള്ളത്? റെയിൽവേ, റോഡ്വേസ്, വാട്ടർവേസ്. എല്ലാത്തിലും ഏത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ആൻഡ് ദ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് യൂസ്ഡ് ബൈ ട്രാൻസ്പോർട്ട് കമ്പനീസ് ആർ ഓൾസോ നോൺ ആസ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. അപ്പൊ ട്രാൻസ്പോർട്ട് കമ്പനീസ് യൂസ് ചെയ്യുന്ന കോസ്റ്റിംഗ് മെത്തേഡാണ് എന്ത്? ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്. ദാറ്റ് ഈസ് ഓൾസോ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. അപ്പോൾ ട്രാൻസ്പോർട്ട് കമ്പനീസിന് ഫോളോ ചെയ്യുന്ന ഈ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് തന്നെയാണ് എന്ത്? ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്, അതായത് സർവീസ് കോസ്റ്റിംഗ്. ദെൻ വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ്? ടു അസർടെയിൻ ദ കോസ്റ്റ് ഫോർ ക്യാരിയിങ് പാസഞ്ചേഴ്സ് ഓർ ഗുഡ്സ്. ഇപ്പോൾ ഒരു പാസഞ്ചേഴ്സിന് അല്ലെങ്കിൽ ഗുഡ്സ് കൊണ്ടുപോകാൻ എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട്. ടു ഫിക്സ് ദ റേറ്റ് ഫോർ ക്യാരിയിങ് പാസഞ്ചേഴ്സ് ഓർ ഗുഡ്സ്. അതുപോലെ തന്നെ ഇവരെ കൊണ്ടുപോകണമെങ്കിൽ എത്ര രൂപ ഫെയർ ഫിക്സ് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്ന് ഒരാളെ കോഴിക്കോട് എത്തിക്കണമെങ്കിൽ എത്ര റേറ്റ് അയാളെ കയ്യിൽ നിന്നും വാങ്ങണം. അപ്പൊ ആ റേറ്റ് ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ടു റേറ്റ് ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് ഡിഫറെന്റ് വെഹിക്കിൾസ്. പല വെഹിക്കിൾസ്, ഇപ്പോൾ വാട്ടർ പറഞ്ഞു, എയർ പറഞ്ഞു, റോഡ് പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ കോസ്റ്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിലൂടെ സാധിക്കുന്നു. അപ്പൊ നമുക്കറിയാം ഏറ്റവും റേറ്റ് ചെലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? വാട്ടർ ആണ്. അതേപോലെ തന്നെ റെയിൽവേ ഒക്കെയാണ് ഏറ്റവും ചെലവ് കുറഞ്ഞ ട്രാൻസ്പോർട്ട്. അപ്പൊ അത് നമുക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുന്നു. ടു കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് ഓൾ കൈൻഡ്സ്. നമ്മൾ നല്ലൊരു മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ് ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടാത്ത വേസ്റ്റേജസ് ഒക്കെ കുറയ്ക്കാനും സാധിക്കും. നമുക്കറിയാം കോസ്റ്റിംഗിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? ചെലവ് ചുരുക്കുക എന്നുള്ളതാണ്. റെഡ്യൂസ് വേസ്റ്റേജസ് ആൻഡ് കൺട്രോൾ ദി കോസ്റ്റ്. കോസ്റ്റ് റിഡക്ഷൻ വിത്തൗട്ട് റെഡ്യൂസിങ് ദ ക്വാളിറ്റി. അല്ലെ, ക്വാളിറ്റി കുറയ്ക്കാതെ തന്നെ കോസ്റ്റ്, അൺനെസസറി ആയിട്ടുള്ള വേസ്റ്റേജസ് ഒക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ് കോസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ. ടു കമ്പയർ ദ കോസ്റ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് വൺ മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് വിത്ത് അതർ മോഡ്സ്. പിന്നെ രണ്ട് ട്രാൻസ്പോർട്ടുകൾ തമ്മിൽ, ഒരു മെത്തേഡ് വേറെ ട്രാൻസ്പോർട്ട് മെത്തേഡ് നമ്മൾ കമ്പയർ ചെയ്യാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇവിടെ നിന്ന് മുംബൈയിലേക്ക് പോകണം. അത് നമുക്ക് ട്രെയിൻ മുഖേന പോവാം, അല്ലെങ്കിൽ എയർ മുഖേന പോവാം. അപ്പോൾ അതിന് തമ്മിലുള്ള കോസ്റ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെ കമ്പയർ ചെയ്യാൻ. ആൻഡ് ടു കാൽക്കുലേറ്റ് ദ കോസ്റ്റ് ഓഫ് ഐഡിയൽ വെഹിക്കിൾസ്. അതുപോലെ പല ട്രാൻസ്പോർട്ട് കമ്പനീസിലും ഇപ്പോൾ നമ്മൾ KSRTCയിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ കുറെ വെഹിക്കിൾസ് ഐഡിയലായി കിടക്കുന്നുണ്ട്, കേട് വന്നിട്ടും മറ്റൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഐഡിയൽ വെഹിക്കിൾസിന്റെ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനൊക്കെ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് സഹായിക്കുന്നു. പ്രൊസീജിയർ ഓഫ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് ഓർ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ്. ഇത് രണ്ട് ചോദിച്ചാലും സെയിം ആണ്. ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗിന് എങ്ങനെയാണ് കോസ്റ്റിംഗ് ചെയ്യുന്നത്, അതിന്റെ പ്രൊസീജിയർ സ്റ്റെപ്സ് എന്തൊക്കെയാണ്? ദർ ആർ 4 steps. ഫസ്റ്റ് വൺ ഈസ് കളക്ഷൻ ഓഫ് കോസ്റ്റ്. സെക്കൻഡ് വൺ ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. തേർഡ് വൺ ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. ആൻഡ് ലാസ്റ്റ് വൺ പ്രിപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് ഓർ കോസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. 4 സ്റ്റെപ്പാണ് ട്രാൻസ്പോർട്ട് കോസ്റ്റിംഗ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് കോസ്റ്റിംഗിനുള്ളത്. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഓഫ് കോസ്റ്റ്. നമുക്ക് ആവശ്യമായ എല്ലാ ഡാറ്റയും കളക്ട് ചെയ്യുക. ഓൾ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദ വെഹിക്കിൾസ് ആർ കളക്റ്റഡ് കണ്ടിന്യൂസ്ലി. ഒരു വെഹിക്കിൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിന്, ഇപ്പൊ ഒരു ബസ്, ഒരു പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റർ ആണെന്ന് വിചാരിക്കുക. ആ ബസ് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വരുന്ന എല്ലാ ചെലവുകളും അയാൾ എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. എന്നാൽ മാത്രമേ അതിന്റെ ചെലവ് കണ്ടെത്താൻ പറ്റൂ. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതാണ് ഓൾ കോസ്റ്റ് ഇൻക്വയർഡ് ഫോർ ഓപ്പറേറ്റിംഗ് ദാറ്റ് വെഹിക്കിൾ ദാറ്റ് ഷുഡ് ബി കളക്റ്റഡ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? എ ലോഗ് ബുക്ക് ഈസ് മെയിൻറ്റൈൻഡ് ഫോർ ഈച്ച് വെഹിക്കിൾ ടു റെക്കോർഡ് ക്യാപിറ്റൽ കോസ്റ്റ്, കപ്പാസിറ്റി, റണ്ണിങ് ഡീറ്റെയിൽസ്, മൈലേജ് എക്സെട്ര. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഓരോ വണ്ടിക്കും എന്ത് ചെയ്യണം? അതിന്റെ എത്ര ചെലവ് വരുന്നുണ്ട്, അതിന്റെ കപ്പാസിറ്റി എത്രയാണ്, അതിന്റെ റണ്ണിങ് ഡീറ്റെയിൽസ്, ഒരു ദിവസം എത്ര പെട്രോൾ അടിക്കുന്നുണ്ട്, അതിന്റെ മൈലേജ് എത്രയാണ്, അതിന്റെ
എന്തൊക്കെ ചെലവ് വരുന്നുണ്ട് അതിന്റെ ഫുൾ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിന് എന്ത് ചെയ്യണം, ആ വെഹിക്കിളിന് ഒരു ലോഗ് ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ലോഗ് ബുക്കിൽ നിന്നുമാണ് എന്ത് കളക്ട് ചെയ്യുന്നത്, ആ വെഹിക്കിളിന് വന്നിട്ടുള്ള കോസ്റ്റ് കളക്ട് ചെയ്യുന്നത്. അതായത് അതിന് ഡ്രൈവർക്ക് ഒരു ഷീറ്റ് കൊടുക്കുകയാണ് ചെയ്യുക, ലോഗ് ബുക്ക് പോലെ തന്നെ. ആ ഷീറ്റിൽ നിന്ന് ഓരോ ഡ്രൈവർക്കും, ഓരോ ബസ്സിനും ഓരോ ഡ്രൈവർ ആണെങ്കിൽ അവരുടെ കയ്യിൽ അത് കൊടുക്കുന്നു. അതിൽ വരുന്ന ചെലവുകൾ അവരത് റെക്കോർഡ് ചെയ്യുന്നു, പിന്നീട് ലോഗ് ബുക്കിലേക്ക് എഴുതുന്നു. അപ്പൊ ഇങ്ങനെ ഓരോ വെഹിക്കിളിന്റെയും മൊത്തം ചെലവുകൾ കളക്ട് ചെയ്ത് വെക്കണം. അങ്ങനെ കളക്ഷൻ ഓഫ് കോസ്റ്റ്, ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. ഈ കോസ്റ്റ് കളക്ട് ചെയ്തതിന് ശേഷം ദാറ്റ് ഡിവൈഡഡ് ഇൻറ്റു 3 കാറ്റഗറീസ്. നമുക്ക് ട്രാൻസ്പോർട്ട് കോസ്റ്റിനെ 3 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാം. ഫസ്റ്റ് വൺ ഈസ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജ്. Fixed or standing charge means these expenses are fixed in nature and not related to running of the machine. Example, insurance, tax, license fee, garage rent, driver salary, office expenses, etc. അതായത് ഈ എക്സ്പെൻസസ് ഫിക്സഡ് ആണ്. ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇതിലെ എക്സ്പെൻസസ് എന്തായിരിക്കും, ഫിക്സഡ് ഇൻ നാച്ചർ ആൻഡ് നോട്ട് റിലേറ്റഡ് ടു റണ്ണിങ് ഓഫ് ദി മെഷീൻ. അതായത് ഇപ്പോൾ ഒരു ബസ്സിന്റെ കാര്യം തന്നെ, ബസ് ഓടിയാലും ഇല്ലെങ്കിലും വരുന്ന ചെലവുകളാണ് ഫിക്സഡ് ഓർ സ്റ്റാൻഡിംഗ് ചാർജ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻഷുറൻസ് അടയ്ക്കുക, ബസ്സിന്റെ ഇൻഷുറൻസ് അടയ്ക്കണം, അല്ലെങ്കിൽ ആ വണ്ടിയുടെ ഇൻഷുറൻസ് അടയ്ക്കണം. അതിപ്പോ വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും അതിനൊരു ഡേറ്റ് ഉണ്ട് ഇൻഷുറൻസ് അടയ്ക്കാൻ, ആ ഡേറ്റിന് അടയ്ക്കണം. അതുപോലെ ലൈസൻസ് ഫീ അടയ്ക്കാന്, ഇപ്പൊ അത് എവിടെയെങ്കിലും ഗ്യാരേജിൽ സൂക്ഷിക്കണമെങ്കിൽ അതിന്റെ വാടക കൊടുക്കണം. ഇപ്പൊ ഡ്രൈവറെ സ്ഥിരമായിട്ട് അപ്പോയിന്റ് ചെയ്താണെങ്കിൽ മാസശമ്പളം കൊടുക്കുന്ന വെച്ചാൽ വണ്ടി ഓടിയാലും ഓടിയില്ലെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ KSRTC ഡ്രൈവർക്ക് ബസ് ഓടിയാലും ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, മാസം ഫിക്സഡ് സാലറി കൊടുക്കണം. അപ്പൊ അത് റണ്ണിങ്ങിന്റെ ബേസിലല്ല. അതുപോലെ ഓഫീസ് സ്റ്റാഫുകൾ, ഒരു ട്രാൻസ്പോർട്ട് കമ്പനി ആകുമ്പോൾ ഓഫീസിൽ ഒരുപാട് സ്റ്റാഫുകൾ ഉണ്ടായിരിക്കും, അതിന്റെ വാടക കൊടുക്കുന്നത്, അവർക്ക് വേണ്ട സാലറി കൊടുക്കുന്നത്, കണ്ടക്ടറുടെ സാലറി, മറ്റുള്ള വണ്ടിയുമായി റിലേറ്റ് ചെയ്ത ആളുകളുടെ സാലറി, ക്ലീനർ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ സാലറി, ഇതൊക്കെ വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വണ്ടി ഓടിയാലും ഇല്ലെങ്കിലും കൊടുക്കേണ്ട ചെലവുകളെയാണ് ഫിക്സഡ് അല്ലെങ്കിൽ സ്റ്റാൻഡിംഗ് ചാർജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മെയിൻ്റനൻസ് ചാർജ്. ദീസ് എക്സ്പെൻസസ് ആർ ഇൻക്ലൂഡ് ഇൻ മെയിൻറ്റെയിനിങ് ദ വെഹിക്കിൾസ് ഇൻ റണ്ണിങ് കണ്ടീഷൻ. അതായത് റണ്ണിങ് കണ്ടീഷനിൽ അത് നല്ല റണ്ണിങ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് മെയിൻറ്റെയിൻ ചെയ്ത്, ആ വണ്ടി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെലവാകുന്നത്. അതായത് ഒരു ട്രാൻസ്പോർട്ട് ആകുമ്പോൾ വണ്ടിക്ക് നല്ല റണ്ണിങ് കപ്പാസിറ്റി അല്ലെങ്കിൽ റോട്ടിൽ ഇറക്കാൻ പറ്റുന്നതായിരിക്കണം. അപ്പൊ അതിന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ അതിന് എന്തൊക്കെ വേണം, റിപ്പയർ ചെയ്യേണ്ടി വരും, ക്ലീനിങ്, പെയിന്റിങ്, ടയർ മാറ്റേണ്ടി വരും, അല്ലെ, ട്യൂബ്, സ്പെയർ പാർട്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പോൾ ഇടയ്ക്ക് സർവീസിന് കൊടുക്കണം. അപ്പൊ ഇതെല്ലാം മെയിൻ്റനൻസ് ചാർജുകളാണ്. അപ്പൊ ഇങ്ങനെ വണ്ടി നല്ല റണ്ണിങ് കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് അതിന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചെലവുകളുണ്ട്. ദാറ്റ് ഈസ് മെയിൻ്റനൻസ് ചാർജ്. ദെൻ ലാസ്റ്റ് വൺ ഈസ് റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജ്. റണ്ണിങ് ആൻഡ് ഓപ്പറേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞാൽ ദീസ് ആർ ഇൻക്ലൂഡ് റണ്ണിങ് ദ വെഹിക്കിൾ. വണ്ടി ഓടുകയാണെങ്കിൽ വരുന്ന ചെലവുകളെയാണ് എന്ന് പറയുന്നത് റണ്ണിങ് ചാർജ് എന്ന് പറയാം. എക്സാമ്പിൾ പെട്രോള്, ഡീസല്, ഗ്രീസ്, പിന്നെ വേജസ് ഓഫ് ഡ്രൈവർ, കണ്ടക്ടർ ആൻഡ് അതർ ക്ലീനർ എക്സെട്ര. അതായത് വേജസ് എന്ന് പറയുന്നത്, ഇവിടുത്തെ വേജസ് എന്ന് പറയുന്നത് മന്ത്ലി ഫിക്സഡ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് ഫിക്സഡിലാണ് വരിക. ചിലടത്ത് ഇപ്പൊ പ്രൈവറ്റ് ബസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ്, ബസ് ഓടുകയാണെങ്കിൽ ഓരോ ദിവസക്കൂലിയാണ് അവർക്ക് കൊടുക്കുന്നത്. ആ ദിവസം അവർ ലീവ് ആണെങ്കിൽ അവർക്കന്ന് ശമ്പളം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടേത് എന്താണ്, റണ്ണിങ്ങിലാണ് വരുന്നത്. റണ്ണിങ് അന്ന് ഓടുകയാണെങ്കിൽ അവർക്ക് അതിന്റെ സാലറി കിട്ടും. അപ്പൊ അതെന്താണ്, റണ്ണിങ് ആണ്. മന്ത്ലി സാലറി കൊടുക്കുകയാണെങ്കിൽ അതിൽ എന്തിലാ വരിക, ഫിക്സഡിലാണ് വരിക. അപ്പൊ വേജസ് ഓർ സാലറി മന്ത്ലി കൊടുക്കുകയാണെങ്കിൽ ഫിക്സഡ്, അല്ലാതെ വേജസ് ആയിട്ട് ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഓടുന്നതിനനുസരിച്ച് ദൂരത്തിനനുസരിച്ച് കൊടുക്കുന്നവരുണ്ട്. ഇപ്പൊ ഇവിടുന്ന് റണ്ണിങ് ഫോർ എക്സാമ്പിൾ ദൂരത്തിനനുസരിച്ച്, ഇപ്പോൾ 100 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ ഇത്ര വേജസ് എന്ന് പറയുന്നുണ്ടാവും, 500 കിലോമീറ്റർ ഇടുകയാണെങ്കിൽ ഇത്ര എന്നുണ്ടായിരിക്കും. അപ്പൊ അതെല്ലാം റണ്ണിങ് ബേസ്ഡ് ആണ്. കിലോമീറ്റർ ആവും അല്ലെങ്കിൽ ഡെയിലി ബേസ് ആവും. ദാറ്റ് ഈസ് റണ്ണിങ്. ക്ലിയർ? ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഡിറ്റർമിനേഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു കോസ്റ്റ് യൂണിറ്റ്. സെലക്ഷൻ ഓഫ് ദി കോസ്റ്റ് യൂണിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് വെഹിക്കിൾ. ബട്ട് വെഹിക്കിളിനനുസരിച്ച് കോസ്റ്റ് യൂണിറ്റ് സെലക്ട് ചെയ്യുക. ദാറ്റ് മേ ബി സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. സിമ്പിൾ ആകുമ്പോൾ വേണമെങ്കിൽ നമുക്ക് കിലോമീറ്റർ എടുക്കാം, അല്ലെങ്കിൽ പാസഞ്ചർ എടുക്കാം, മൈൽ അല്ലെങ്കിൽ കിലോമീറ്റർ എടുക്കാം. അല്ലെങ്കിൽ കോമ്പൗണ്ട് കോസ്റ്റ് യൂണിറ്റ് ആകുമ്പോൾ 2 എണ്ണം വരും, പാസഞ്ചർ, കിലോമീറ്റർ വരും. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് സെലക്ട് ചെയ്യുക സിമ്പിൾ ആണെങ്കിൽ. കോമ്പൗണ്ട് ആകുമ്പോൾ പാസഞ്ചർ, കിലോമീറ്റർ, അല്ലെങ്കിൽ പാസഞ്ചർ, മൈൽ, അങ്ങനെയൊക്കെ വരും. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ്. ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ്. Finally, an operating cost sheet is prepared to ascertain the operating cost
It is prepared usually at the end of the period. അപ്പോൾ ഈ ഡാറ്റ ഒക്കെ വെച്ചുകൊണ്ട് ഒരു ഓപ്പറേറ്റിംഗ് കോസ്റ്റ് ഷീറ്റ് തയ്യാറാക്കിയിട്ട് ആ വെഹിക്കിളിന് എത്ര കോസ്റ്റ് വന്നു എന്ന് കണ്ടെത്തുന്നു. ദാറ്റ് ഈസ് നോർമലി പ്രിപ്പയർഡ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഇയർ. ഓരോ വർഷവും അവസാനമാണ് ഇത് പ്രിപ്പയർ ചെയ്തത്. വാട്ട് ആർ ദി സ്റ്റെപ്സ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് what are the steps in the transport costing or operating costing? First one, collection of cost. Then classify that cost into 3 categories. What are they? Fixed, then running, then maintenance cost. Then determination of the cost unit. Cost unit may be simple or compound. The last step is preparation of the cost sheet. So, thank you.